الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ഏറ്റവും സ്നേഹധേറുകൾ നിറഞ്ഞ നമ്മളെല്ലാമായ ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകളെ, മറ്റു സാദാത്യങ്ങളെ, സിറാജുൽ ഉലമ ഉസ്താദ് അവർകളെ, ഉമറാക്കളെ, മുഅ്മിനീങ്ങളെ, മുതഅല്ലിമീങ്ങളെ, ഈ സ്ഥാപനത്തിൽ നിന്നും സനദ് വാങ്ങുന്ന ഈ സ്ഥാപനത്തിൻ്റെ സന്തതികളെ, അല്ലാഹു തആല നമ്മുടെ ഈ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു പൊരുത്തപ്പെടുന്ന അവൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിപൂർണ പൊരുത്തം കിട്ടിയവരെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷത്തിൻ്റെ നിമിഷത്തിലാണ് ഈ സ്ഥാപനത്തിൻ്റെ ഓരോ ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം. ഈ സ്ഥാപനം തുടങ്ങി പ്രിയപ്പെട്ട എല്ലാമായ ഈ സ്ഥാപനത്തിൻ്റെയും നമ്മളെല്ലാമായ നേതൃത്വം പ്രിയപ്പെട്ട ഉപ്പ 25 വർഷം മുമ്പ് 1997 ബഹുമാനപ്പെട്ട ബഹ്റുൽ ഉലൂം ഉസ്താദിൻ്റെ അടുത്ത് പോയപ്പോൾ ഉസ്താദ് അവറുകൾ തങ്ങളെ സ്ഥാപനം തുടങ്ങണമെന്ന് പറഞ്ഞ് ഉസ്താദ് എല്ലാവിധ ആശീർവാദവും കൊടുത്ത് അവിടുത്തെ സ്ഥാപനം ഇഹ്യാസുന്നയെ പരിചയപ്പെടുത്തി. ഞാൻ പ്രസംഗിക്കാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉസ്താദ് സ്ഥാപനം തുടങ്ങിയ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പ്രിയപ്പെട്ട ഉപ്പയോട് സ്ഥാപനം തുടങ്ങാൻ വേണ്ടി പറഞ്ഞു. അൽഹംദുലില്ലാഹ്, താജുൽ ഉലമ ഉപ്പാപ്പയെ കൊണ്ട് കുറ്റിയടിപ്പിക്കണമെന്നും പറഞ്ഞ് അൽഹംദുലില്ലാഹ് കുറ്റിയടിപ്പിച്ചു. 2000 ഏപ്രിൽ 3 നമ്മളെല്ലാമായ ബഹുമാനപ്പെട്ട ഉപ്പാപ്പയും ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ഉസ്താദിൻ്റെയും ഷെയ്ഖുന നൂറുൽ ഉലമ ഉസ്താദ്, അങ്ങനെ ഒരുപാട് ആലിമീങ്ങളെ സാദാത്യങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനം 15ഓളം സ്ഥലങ്ങളിലായി, 30ഓളം സംരംഭങ്ങളിലായി 4000ഓളം വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് അല്ലാഹു എത്തിച്ചേരുമാറാകട്ടെ. ഉപ്പ കേവലം 25 കുട്ടികളെ കൊണ്ട് ആ ഉപ്പാക്ക് കിട്ടുന്ന ആ സ്വന്തം ചെലവിൽ 25 കുട്ടികൾക്ക് മാത്രം താമസിച്ച് അവർക്ക് പഠിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി തുടങ്ങി. സ്വന്തം കാശ് കൊടുത്ത് സ്ഥലം വാങ്ങി സ്വന്തമായി ഒരു വീടുണ്ടാകുന്നതിന് മുമ്പ്, ഞങ്ങളെ കുടുംബത്തിനൊരു ഓടിട്ട വീടായിരുന്നു ആദ്യമുണ്ടായിരുന്നത്. അന്ന് ആ വീടുണ്ടാകുന്ന സമയത്ത് സ്വന്തമായി ആഖിറത്തിലേക്ക് ഒരു പള്ളി ഉണ്ടാകട്ടെ, മംബനാ മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന എന്ന് പറഞ്ഞ് മക്കളാകുന്ന ഞങ്ങളെയും ഉമ്മയെയും വിളിച്ച് സ്വർഗത്തിലേക്കൊരു വീടുണ്ടാക്കിയിട്ട് മതി എനിക്ക് ദുനിയാവിലേക്കൊരു വീടുമെന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ഉപ്പ സമ്മതം ചോദിച്ച് അൽഹംദുലില്ലാഹ് ചെറിയൊരു പള്ളി ഉണ്ടാക്കി. ഇന്ന് അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനം ഈ നിലക്കായി. അവിടുന്ന് വഫാത്താകുന്നതിൻ്റെ മുമ്പ്, വഫാത്താകിൻ്റെ തൊട്ടു മുമ്പ് ഞങ്ങളെ വിളിച്ച്, കുടുംബത്തെ വിളിച്ച്, അവിടുത്തെ സമ്പത്തിൽ വെച്ച് ഏറ്റവും മൂല്യമുള്ള സമ്പത്താണ് ഈ മദ്ഹർ നിൽക്കുന്ന സ്ഥലവും. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബു എന്ന ആയത്തോതിക്കൊണ്ട് എൻ്റെ സമ്പത്തിൽ വെച്ച് ഏറ്റവും മൂല്യമുള്ള സമ്പത്താണ് ഈ സമ്പത്ത്. അത് മക്കളെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞ് ഉപ്പയുടെ സമ്പത്തും അവിടുത്തെ വയസ്സിൽ എല്ലാം പരിശുദ്ധ ദീനിന് വേണ്ടി മാറ്റിവെച്ച്, സമൂഹത്തിന് വേണ്ടി പരിശുദ്ധ ദീനിന് വേണ്ടി മാറ്റിവെച്ച് ജീവിച്ചവരായിരുന്നു. അവിടുന്ന് എന്ത് പ്രവർത്തനത്തിനും ഇഖ്ലാസിൻ്റെ നിയ്യത്ത്, എപ്പോഴും നിയ്യത്ത് വെക്കാതെ ഒന്നും ചെയ്യരുതെന്ന് മക്കളാകുന്ന ഞങ്ങളോടും ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കളോടും പറയാറുണ്ട്.
പരിശുദ്ധ ദീൻ ഇവിടെ നിലനിൽക്കണം. ദീനിന് വേണ്ടി എല്ലാം സഹിക്കാൻ നിങ്ങൾ തയ്യാറാവണമെന്ന് എപ്പോഴും പറയാറുണ്ട്. എന്ത് പ്രതിസന്ധി വന്നാലും പ്രയാസങ്ങൾ വന്നാലും അള്ളാഹുവിനെ നിങ്ങൾ മറക്കരുത്. പടച്ച റബ്ബിനെ കൽബിൽ കയറ്റണം, അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കണമെന്ന് പ്രിയപ്പെട്ട ഉപ്പ എപ്പോഴും പറയാറുണ്ട്. എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഈ മഹല്ലിൽ മുന്നേ പൊസോട്ട് നിൽക്കുന്ന മഹല്ലിൽ ഉണ്ടാകുന്ന സമയത്ത് പല പ്രയാസങ്ങളും പ്രതിസന്ധികൾ വന്നപ്പോൾ ഒരുപാട് ഓഫറുകൾ ഈ മഹല്ലിൽ നിൽക്കുന്ന സമയത്ത് ശമ്പളം വാങ്ങാതെ, ഒരുപാട് അവിടുത്തെ ഭക്ഷണം പോലും കഴിക്കാതെ പരിശുദ്ധ ദീനില്ലാത്ത സ്ഥലത്തൊരു ദീനിൻ്റെ പ്രവർത്തനം നടക്കണമെന്ന് ഉദ്ദേശിച്ച് ഉപ്പാക്ക് 600 രൂപ ശമ്പളം വാങ്ങുന്ന സമയത്ത് 3500 രൂപ ശമ്പളത്തിന് വേണ്ടി ഓഫർ വന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ദീൻ പഠിച്ചത് ഞാൻ ദീനില്ലാത്ത നാട്ടിലേക്ക് ദീൻ പ്രചരിപ്പിക്കാനാണ്. അതുകൊണ്ട് എൻ്റെ ഉത്തരവാദിത്തമാണ് ദുനിയാവുണ്ടാക്കാനല്ല ഞാനിവിടെ വന്നത് എന്ന് പറഞ്ഞ് പരിശുദ്ധ ദീനിന് വേണ്ടി എല്ലാം സമർപ്പിച്ച് ഇവിടുന്ന് ജീവിച്ചു. അൽഹംദുലില്ലാ, അതിൻ്റെ ഒരു ബറക്കത്ത് ഇന്നും അൽഹംദുലില്ലാ അവിടുന്ന് വഫാത്തായിട്ട് 10ാമത്തെ ഉറൂസ് മുബാറക്കാണ് ഇവിടെ നടക്കുന്നത്. അല്ലാഹു തആല അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ, അവിടുത്തെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ 16 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്നു. ഇതുവരെ അള്ളാഹുവിൻ്റെ വലിയ അപാരമായ തൗഫീഖ് കൊണ്ട് ഇതുവരെ നടന്നിട്ടുണ്ട്. ഈ സാദാത്യങ്ങളുടെ ഉസ്താദുമാരുടെ പ്രാർത്ഥന ഇനിയും വേണം, ദുആകൾ ഇനിയും വേണം. അല്ലാഹു തആല ഇനിയും ഒരുപാട് അഭിവൃദ്ധിയും ബറക്കത്തും അള്ളാഹു നൽകുമാറാകട്ടെ. ഇനിയും ഒരുപാട് സൗകര്യങ്ങൾ ഈ സ്ഥാപനത്തിന് ആവശ്യങ്ങളുണ്ട്. ഈ സ്ഥാപനത്തിൽ തുടക്കം മുതൽ ഈ സ്ഥാപനം 25 വർഷമാകുമ്പോഴേക്കും ഇത്രയും സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ടെങ്കിലും അന്ന് തുടക്കത്തിലുണ്ടായിരുന്ന 25 കുട്ടികൾക്ക് മാത്രം ഉണ്ടായിരുന്ന സൗകര്യത്തിലുള്ള ഓഫീസാണ് ഇന്നുമുള്ളത്. അതുപോലെ തന്നെ ഈ കാണുന്ന നമ്മുടെ അടുത്ത സൈഡിൽ കാണുന്ന കുട്ടികൾ പഠിക്കുന്ന ഷീറ്റിട്ട ബിൽഡിംഗ് ഇൻഷാ അല്ലാഹ് മാറേണ്ടതുണ്ട്. നിങ്ങളൊക്കെ ദുആ ചെയ്യണം, അല്ലാഹു തആല എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഈ സ്ഥാപനത്തെ സ്നേഹിച്ചവരുണ്ട്, സഹായിച്ചവരുണ്ട്. എങ്ങനെ നന്ദി പറയണമെന്നറിയുന്നില്ല. ഒരുപാട് പാവങ്ങൾ ഈ സ്ഥാപനത്തിന് ഓരോ ദിവസവും ബീഡി കെട്ടിയിട്ട് കിട്ടുന്ന കാശിൽ നിന്നും ചെറിയ കാശടക്കം ഇട്ട് ഡബ്ബിയിൽ വെച്ചിട്ട് ഈ സ്ഥാപനത്തെ ഏൽപ്പിക്കുന്ന ഉമ്മമാരുണ്ട്. അല്ലാഹുവേ, നീ ഏറ്റെടുക്കണേ റഹ്മാൻ. ഇന്നും ഈ സ്ഥാപനത്തിലേക്ക് പല വിഭവങ്ങളുമായി പല ആളുകളും ഇവിടെ എത്തി. അള്ളാഹുവെ, എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും സന്തോഷങ്ങളും നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പ്രയാസപ്പെട്ട് വിഷമങ്ങളെ കൊണ്ട് പ്രയാസങ്ങളെ കൊണ്ട് പ്രിയപ്പെട്ട ഉപ്പയുടെ ചാരത്ത് ഇവിടെ നടക്കുന്ന മജ്‌ലിസുകളൊക്കെ സംബന്ധിച്ച് അൽഹംദുലില്ലാ പരിഹാരം കിട്ടിയ പല അനുഭവങ്ങളും പറഞ്ഞ് അൽഹംദുലില്ലാ ഈ സ്ഥാപനത്തിലേക്ക് നേർച്ചകൾ സംഭാവന നൽകിയവരുണ്ട്. എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ എല്ലാമായ ശൈഖുന ഉസ്താദ് നമ്മളെ മുമ്പിലെത്തി. ഉസ്താദിന് അള്ളാഹു നല്ല ആഫിയത്ത് അള്ളാഹു നൽകുമാറാകട്ടെ. ഉസ്താദിൻ്റെ മുമ്പിൽ പോയപ്പോൾ, കഴിഞ്ഞ പ്രാവശ്യം കാണാൻ പോയപ്പോൾ ഉസ്താദ് ഇവിടെ വള്ളം കീറിയ കഥ അറിഞ്ഞപ്പോൾ ഉസ്താദ് എല്ലാ വിവരങ്ങളും ചോദിക്കുകയും അന്വേഷിക്കുകയും
ആ ഉസ്താദിൻ്റെ ദുആ കൊണ്ട് അൽഹംദുലില്ലാഹ് ഒരു വലിയ പ്രയാസത്തിലാകാതെ നമ്മൾ അള്ളാഹു കാത്തു. അള്ളാഹുവേ, ഉസ്താദിന് നല്ല ആഫിയത്ത് അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മൾ ഓരോ സാദാത്യങ്ങളും ഇവിടെ വരികയും ദുആ ചെയ്യിപ്പിക്കുകയും നമ്മളെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്ന ഈ മുതഅല്ലിമീങ്ങളാകുന്ന നമ്മളോട് ഉസ്താദ് എത്രത്തോളം സ്നേഹിക്കുന്നത് മനസ്സിലാവുന്ന ഉസ്താദിന് അള്ളാഹു നല്ല ആഫിയത്ത് നൽകുമാറാകട്ടെ. ബറക്കത്തുള്ള ദീർഘായുസ് അള്ളാഹു നൽകുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ഉസ്താദിൻ്റെ പ്രഭാഷണം, ഉസ്താദിൻ്റെ സനദ്ദാനവും ഇവിടെ നടക്കാനിരിക്കുന്നു. ഉസ്താദ് അവരുടെയും സാധാത്യങ്ങളുടെയും ദുആയാണ് ഈ സ്ഥാപനത്തിന് എപ്പോഴും വേണ്ടത്. നിങ്ങളൊക്കെ അകമഴിഞ്ഞ സഹായങ്ങളാണ് ഇനിയും സ്ഥാപനത്തിന് വേണ്ടത്. ഒരുപാട് ആളുകൾ ഓരോ മാസവും അവരെ കൈ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ സഹായിക്കുന്നു. ഇനിയും നിങ്ങളുടെയൊക്കെ സഹായങ്ങളും സഹകരണങ്ങളും ഇൻഷാ അല്ലാഹ് തുടരണം. അല്ലാഹു തആല സഹായിക്കുമാറാകട്ടെ. വലിയ ബറക്കത്ത് അല്ലാഹു നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഉസ്താദ് അവർകൾ നമുക്ക് വേണ്ട ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ നൽകും. കൊടുക്കാൻ